ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ലാസ്റ്റ് വീഡിയോയിൽ യൂസ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞല്ലേ? ഇപ്പോൾ ഇല്ലാത്തതും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നതുമായ ശീലങ്ങൾ, പഴയ കാലത്തെ സ്വഭാവങ്ങൾ എന്നിവ പറയുവാൻ വേണ്ടിയാണ് യൂസ് ടു ഉപയോഗിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് ആം, ഈസ്, ആർ ഇവയുടെ കൂടെ യൂസ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം വരുന്നത് പരിചയിച്ചിരിക്കുന്നു എന്നാണ്. ഇത് കഴിഞ്ഞ കാലത്തെ പതിവ് പ്രവൃത്തി അല്ല കേട്ടോ. ഇപ്പോൾ പതിവാക്കിയിരിക്കുന്നു, പരിചയിച്ചിരിക്കുന്നു, ശീലമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുവാൻ വേണ്ടിയാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂസ് ടു കഴിഞ്ഞ് ING ഫോം നിർബന്ധമാണ്. നമുക്ക് സെൻറ്റൻസുകളൂടെ കൂടുതലായിട്ടത് മനസ്സിലാക്കിയെടുക്കാം. നാം മലയാളത്തിൽ പറയാറില്ലേ, അവൾ ഉച്ച ഉറക്കം ശീലിച്ചിരിക്കുന്നു, അവൻ ഇടതു കൈ കൊണ്ട് എഴുതുക പതിവാക്കിയിരിക്കുന്നു, ജോലിക്കായിട്ട് അവൾ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ് എന്നിങ്ങനെയൊക്കെ ഇപ്പോൾ ശീലമാക്കിയിരിക്കുന്ന പതിവ് പ്രവൃത്തികളെക്കുറിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. നമുക്ക് പോകാം സെൻറ്റൻസുകളിലേക്ക്. ജോലിക്കായിട്ട് അവൾ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ്. ഷീ ഈസ് യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് early for her job. She is used to waking up early for her job. ജോലിക്കായി അവൾ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ്. ഞാൻ ദീർഘദൂരം ഡ്രൈവിംഗ് ചെയ്യുന്നത് പതിവാണ്. I am used to driving long distances. I am used to driving long distances. ഞാൻ ദീർഘദൂരം ഡ്രൈവിംഗ് ചെയ്യുന്നത് പതിവാണ്. അവൻ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് പതിവാണ്. He is used to eating spicy foods. He is used to eating spicy foods. അവൻ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് പതിവാണ്. മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആം, ഈസ്, ആർ ഇവയുടെ കൂടെ യൂസ് ടു, അത് കഴിഞ്ഞ് ING ഫോം നിർബന്ധമാണ്. എൻ്റെ സഹോദരൻ മണിക്കൂറുകളോളം പിയാനോ വായിക്കുന്നത് പതിവാണ്. മൈ ബ്രദർ ഈസ് യൂസ്ഡ് ടു പ്ലേയിങ് ദ പിയാനോ ഫോർ അവേഴ്സ്. മൈ ബ്രദർ ഈസ് യൂസ്ഡ് ടു പ്ലേയിങ് ദ പിയാനോ ഫോർ അവേഴ്സ്. എൻ്റെ സഹോദരൻ മണിക്കൂറുകളോളം പിയാനോ വായിക്കുന്നത് പതിവാണ്. കുട്ടികൾ പരസ്പരം കളിപ്പാട്ടങ്ങൾ പങ്കിടുന്നത് പതിവാണ്. The children are used to sharing toys with each other. The children are used to sharing toys with each other. കുട്ടികൾ പരസ്പരം കളിപ്പാട്ടങ്ങൾ പങ്കിടുന്നത് പതിവാണ്. പകൽ സമയത്ത് ചെറിയ ഉറക്കം കുഞ്ഞിന് ശീലമാണ്. The baby is used to taking short naps during the day. The baby is used to taking short naps during the day. പകൽ സമയത്ത് ചെറിയ ഉറക്കം കുഞ്ഞിന് ശീലമാണ്. ഇമെയിൽസിന് പെട്ടെന്ന് ഉത്തരം നൽകുന്നത് അവൾക്ക് പതിവാണ്. She is used to answering emails promptly. She is used to answering emails promptly. Promptly means ഉടനടി, പെട്ടെന്ന് എന്നൊക്കെ അർത്ഥം. ഇമെയിൽസിന് പെട്ടെന്ന് ഉത്തരം നൽകുന്നത് അവൾക്ക് പതിവാണ്. She is used to answering emails promptly. സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പതിവാണ്. The kids are used to playing video games after school. The kids are used to playing video games after school. സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പതിവാണ്. വലിയ ഓഡിയൻസിൻ്റെ മുന്നിൽ അവൾ സംസാരിക്കുന്നത് പതിവാണ്. She is used to speaking in front of large audiences. She is used to speaking in front of large audiences. വലിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ അവൾ സംസാരിക്കുന്നത് പതിവാണ്. അവൾ ഉച്ച ഉറക്കം പരിചയിച്ചിരിക്കുന്നു. She is used to sleeping at noon. She is used to sleeping at noon. അവൾ ഉച്ചയുറക്കം പരിചയിച്ചിരിക്കുന്നു. അവൻ ഇടതു കൈ കൊണ്ട് എഴുതുക പതിവാക്കിയിരിക്കുന്നു. He is used to writing with his left hand.
ഹീ ഈസ് യൂസ്ഡ് ടു റൈറ്റിംഗ് വിത്ത് ഹീസ് ലെഫ്റ്റ് ഹാൻഡ്. അവൻ ഇടതു കൈ കൊണ്ട് എഴുതുക പതിവാക്കിയിരിക്കുന്നു. അവൾ വൈകി വരിക പതിവാക്കിയിരിക്കുന്നു. ഷീ ഈസ് യൂസ്ഡ് ടു അറൈവിംഗ് ലേറ്റ്. ഷീ ഈസ് യൂസ്ഡ് ടു അറൈവിംഗ് ലേറ്റ്. അവൾ വൈകി വരിക പതിവാക്കിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ആം, ഈസ്, ആർ ഇവയുടെ കൂടെ യൂസ് ടു ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകൾ മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ.